റബ്ബർ പാലിൽ നിന്നും ഇനി പ്രകൃതിദത്ത പെയിന്റ്. കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച സാങ്കേതികവിദ്യ കേരള പെയിന്റിന് മന്ത്രി വി.എൻ. വാസവൻ കൈമാറി. നിലവിലുള്ള കെമിക്കൽ പെയിന്റുകൾക്ക് മികച്ച ബദലായിരിക്കും ഇതെന്നും കർഷകർക്ക് ഇത് ഗുണകരമായിരിക്കുമെന്നും കോട്ടയം റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. റബ്ബർ പാലിൽ നിന്നും ഇനി പ്രകൃതിദത്ത പെയിന്റ് എന്ന ആരോഗ്യകരമായ ആശയത്തിനാണ് പൂർത്തീകരണമായത്. കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച സാങ്കേതികവിദ്യ കേരള പെയിന്റിന് മന്ത്രി വി.എൻ. വാസവൻ കൈമാറി. നിലവിലുള്ള കെമിക്കൽ പെയിന്റുകൾക്ക് മികച്ച ബദലായിരിക്കും ഇതെന്നും കർഷകർക്ക് ഇത് ഗുണകരമാകുമെന്നും കോട്ടയം റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഒരു പുതിയ പ്രോഡക്റ്റ് അതും പരിസ്ഥിതി സൗഹൃദമായി വിപണിയിലേക്ക് ഇറക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷം. 2, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ റബ്ബർ പാലാണെന്ന് പറയുമ്പോൾ റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ചോളം അവിടെ അനുഭവിക്കുന്ന വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് ഒരു മോചനത്തിനൊരു അവസരം കൂടി ഒരുങ്ങുന്നു എന്നതാണ് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം. അങ്ങനെ കേരള പെയിന്റ് ഡയറക്ടർമാരായ ജോസഫ് ലിജോ, മിഥുൻ പുല്ലുമേട്ടിൽ എന്നിവർ നാച്ചുറൽ പെയിന്റ് ഫോർമുല മന്ത്രിയിൽ നിന്നും സ്വീകരിച്ചു. ഇന്ന് നാട്ടിൽ ലഭിക്കുന്ന ബ്രാൻഡഡ് പെയിന്റിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ തോതിൽ ദോഷകരമാകുന്നതിന്റെ കാരണങ്ങൾ ചടങ്ങിൽ MG യൂണിവേഴ്സിറ്റി സസ്റ്റൈനബിലിറ്റി ഇന്നൊവേഷൻ ലീഡർ KV ദയാൽ വിശദീകരിച്ചു. കേരള പെയിന്റിന്റെ ഭദ്രം ബ്രാൻഡിന്റെ വിപ്ലവകരമായ നേട്ടം ഗുണകരമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുതരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാത്ത നാച്ചുറൽ പെയിന്റാണ് കേരള പെയിന്റ് എന്നും ഇവർ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം രാജ്യത്തിന് ഗുണകരമാകുമെന്നും റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ M. വസന്തനേശനും പറഞ്ഞു. സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഷെരാ മാത്യുവിന്റെ നേതൃത്വത്തിൽ 1.5 വർഷത്തെ പരീക്ഷണത്തിനൊടുവിലാണ് കണ്ടുപിടുത്തം വിജയകരമായത്. കേരള പെയിന്റിന്റെ ഔട്ട്ലെറ്റുകൾ വഴിയും ഫാക്ടറി ഔട്ട്ലെറ്റുകൾ വഴിയും ഇനി ഭദ്രം എന്ന പേരിൽ റബ്ബർ പാലിൽ നിന്നുള്ള നാച്ചുറൽ പെയിന്റ് ലഭ്യമാകും. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.